12 വർഷമായിട്ട് ഞങ്ങൾ കുവൈറ്റിൽ യലീസ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിൽ MOH അദാനിലും അദാൻ്റെ ക്ലിനിക്കിലും ജോലി ചെയ്തു വരുന്ന സ്റ്റാഫായിരുന്നു. ഈ ഒക്ടോബർ 26 ഞങ്ങളുടെ കമ്പനിയുടെ കോൺട്രാക്റ്റ് ഫിനിഷായി, ഞങ്ങൾക്ക് ജോലി ഇല്ലാതെയായി. ഞങ്ങളുടെ ഫുഡ് നിർത്തി ഹോസ്റ്റലും വെക്കേറ്റ് ചെയ്യേണ്ട സമയം 20-ാം തീയതിയോടുകൂടി ഞങ്ങളോട് ഹോസ്റ്റലും വെക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഫീമെയിൽസ് മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ എങ്ങോട്ട് മാറുമെന്നുള്ള അവസ്ഥയിലാണ്. നഴ്സിംഗ് ജോലിക്കായി കേരളത്തിലെ വിവിധ ഏജൻസികൾ വഴി ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തു വന്നവരാണിവർ. തൊഴിൽ നഷ്ടപ്പെട്ട 450ഓളം പേർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. കൂടുതലും കോട്ടയം ജില്ലയിൽ നിന്നുള്ളവർ. കരാർ റദ്ദായി എന്ന് പറഞ്ഞ് തങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുമ്പോൾ തന്നെ കമ്പനിയിലേക്ക് നാട്ടിൽ നിന്നും റിക്രൂട്ട്മെന്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ 446 പേര് ഇവിടെ ജോലിയില്ലാതെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വിടാനിരിക്കെ തന്നെ അവിടുന്ന് വേറെ ഏജൻസികൾ 22 ലക്ഷം 20 ലക്ഷം ഒക്കെ മേടിച്ചിട്ട് ഇത്രയും സ്റ്റാഫിനെ വീണ്ടും ഇങ്ങോട്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പല ഏജൻസികൾ ന്യൂസ് പേപ്പറിൽ കണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ 22 ലക്ഷം കൊടുക്കാമെങ്കിൽ ഇങ്ങോട്ട് വീണ്ടും കയറ്റി വരുത്താമെന്ന് അവർ തന്നെ പറയുന്നു. ഒന്നുകിൽ വേറെ ജോലി നോക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് എന്നാണത്രേ സ്പോൺസറിംഗ് കമ്പനിയുടെ നയം. കുവൈത്തിലെത്തിക്കുക മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് നാട്ടിലെ ഏജന്റുമാരും. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുണ്ടാകണമെന്നാണ് ജോലി നഷ്ടപ്പെട്ട നഴ്സുമാർ ആവശ്യപ്പെടുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.